അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയൂൺ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ട്, അതായത് പക്ഷേ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ്. അതായത് നമ്മളിന്ന് ഒരു പച്ചക്കറി കഷ്ണങ്ങളും ചേർക്കാത്തത്. നമ്മൾ സാധാരണ കഷ്ണം നുറുക്കി ഉണ്ടാക്കുന്ന കറി പോലെയല്ല. ഇപ്പോൾ കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത കറിയാണ്. നമ്മൾ അരച്ച് തിളപ്പിക്കുന്ന കറി. നല്ല ടേസ്റ്റാണ് ഈ കറി, കഷ്ണങ്ങളൊന്നും വേണ്ട അതിൽ. അപ്പോൾ അതാണ്. പിന്നെ നമുക്ക് നല്ല കപ്പ കൊത്തി നുറുക്കി നമ്മൾ അത് കടുകും മറ്റുള്ള മുളകൊക്കെ താളിച്ച് ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കുമല്ലോ, അത്. ഇത് രണ്ടുമാണ് ഇപ്പം ഇന്ന് നമുക്ക് ഊണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതായാലും ആദ്യം നമുക്ക് ഒരു തേങ്ങ ഒക്കെ ഒന്ന് പൊട്ടിച്ച് ഇവിടെ വയ്ക്കാം. നമുക്ക് കാര്യമായിട്ട് അരച്ചേൽപ്പിച്ചതല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ കറി എന്ന് വെച്ചാൽ നമുക്ക് കഷ്ണമില്ലാത്ത കറിയാണ്. വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കാനില്ലല്ലോ. അപ്പോൾ നമ്മൾ അരച്ചേൽപ്പിച്ച കറി, നല്ല ടേസ്റ്റുള്ള കറിയാണിത്. അപ്പോൾ ഏതായാലും അതാദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കപ്പ നമ്മൾ കടുകും മുളകും ഒക്കെ വഴറ്റി ഉണ്ടാക്കുമല്ലോ. അത് നല്ല ഉഗ്ര ഒരു കോമ്പിനേഷനാണിത്. തേങ്ങയൊക്കെ ചിരകിയെടുത്തു. അത്യാവശ്യം ഉണ്ട് അരച്ചത്. അങ്ങനെ നല്ല കാര്യമായിട്ട് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അരച്ചത്, അപ്പോൾ തേങ്ങ ചിരകിയത് വേണം. പിന്നെ ചെറിയ ഉള്ളി അതും ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തു. ഈ ഒരു പരുവത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് വഴറ്റിയിടാനുള്ള ചെറിയ ഉള്ളി അതുകൂടി അമ്മ നന്നാക്കി എടുക്കുകയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഈ ചെറിയ ഉള്ളി, വറവിടാനൊക്കെ പറ്റിയ നല്ല ഉള്ളിയാണ്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഒന്ന് ചെറുതാക്കി നുറുക്കി അതോടെ ആദ്യം റെഡിയാക്കി വയ്ക്കുക. അതും കൂടി, കാരണം വെച്ചാൽ കറി എളുപ്പമുണ്ട്, ഒന്നിങ്ങനെ തിളച്ച് വരാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വറുത്തിടാളൊക്കെ ഉണ്ട്, റെഡിയാക്കി വയ്ക്കാം. അരച്ച് വെച്ചത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് പാരുന്നുണ്ട്. സാധാരണ പുളിയും കറിയാണിത്. 2 പ്രാവശ്യം നല്ല പോലെ ഉണ്ട് പിഴിഞ്ഞ്. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ നല്ലപോലെ തന്നെ ഇളക്കി പിടിപ്പിച്ച് നല്ല കുറുകിയ രീതിയിൽ തന്നെയാണ് അരച്ചത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതായത് ഒന്നുകൊണ്ട് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഉപ്പ് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് തിളക്കട്ടെ. അധികമൊന്നും വേണ്ട, ഒന്നുകൊണ്ട് തിളച്ച് വന്നാൽ മതി. അത്യാവശ്യം ഒന്നുകൊണ്ട് തിളച്ച് വന്നാൽ ആയി. ഇനിയിപ്പോൾ കറിവേപ്പില ഇറക്കാം. വളരെ എളുപ്പമുള്ളൊരു കറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. ഇതിനൊരു പ്രത്യേക രുചിയാണ് ഇതിന്. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വറവിടാൻ വേണ്ടിയിട്ട്. ഇനി അതാണ് അടുത്തത്. അപ്പോൾ അതിവിടെ റെഡി. ഇനിയിപ്പോൾ നമുക്ക് കപ്പ, അടുത്തത് നമ്മൾ കപ്പയാണ്. അത് ഒക്കെ നമുക്കിന്ന് മുറിച്ച് ഒരു വലിയൊരു കിഴങ്ങും പിന്നെ ചെറുതും കൂടി എടുത്താണ്. ഇപ്പോൾ നല്ല നന്നായിട്ട് വേവണ കപ്പയാണ് വരുന്നതൊക്കെ. മിക്കവാറും ഇപ്പോൾ വാങ്ങിയതൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒക്കെ കഴുകിയെടുത്തു. ഇനി നമുക്കൊന്ന് കൊത്തി ഇങ്ങോട്ട് നുറുക്കിയിടുക ചെയ്യണത്. നമ്മൾ വലിയ ഇതിലങ്ങനെ പുഴുങ്ങല്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ കൊത്തി നുറുക്കി വേവിക്കാനാണ്. അത് ഈ പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഇനി അത് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നല്ലോണം പിടിച്ചോളും. പിന്നെ വെള്ളം. ഇനി ഇത് വേവിച്ചെടുക്കാം.
ഉണ്ടോ നല്ല നല്ല വേവണ കപ്പയാണ്. അധികമൊന്നും കുറച്ച് നേരമായിട്ടുള്ള അപ്പോഴേക്കും നല്ല പോലെ ഇതാ വെന്ത് വരുന്നുണ്ട്. ഇനി ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കടുക്, വറ്റൽമുളക് അത് നല്ലപോലെ എന്നിട്ട് വഴറ്റി ഇതാ കറിവേപ്പില അതും ചേർക്കാം. ഈ 3 ചേരുവകൾ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കപ്പ നല്ലപോലെ വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചതാണ്. ഇനി അത് ഇതിൽ ഇട്ടിട്ട് ഞാൻ ഇളക്കിയെടുക്കുക. വളരെ ഇതും അതെ പറഞ്ഞ പോലെ എളുപ്പമാണ്. ഇതും അതുപോലെ നല്ല രുചിയുള്ളതാണ്. 4 മണിക്കൊക്കെ നമ്മൾ കഴിക്കുമല്ലോ, 4 മണിക്കൊക്കെ പറ്റും, കഞ്ഞിക്ക് പറ്റും. അപ്പോൾ ഏതായാലും നമ്മുടെ പിന്നെ കപ്പയും അതോടെ റെഡി. നല്ല വേവണ കപ്പയാണ് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഊണഴിക്കലേ ഉള്ളൂ, 12 മണി ആവട്ടെ. അപ്പോൾ 11 മണി ആയപ്പോഴേക്കൊക്കെ ഞങ്ങൾ എല്ലാം റെഡിയായി. സാധാരണ ആ ഒരു സമയത്ത് തന്നെയാണ് അമ്മ പിന്നെ ഇനി ഭക്ഷണ സമയമൊക്കെ ആകുമ്പോഴേക്ക് ഇനി വായന ഉണ്ട് അമ്മയ്ക്ക്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വായിച്ച് ഇരിക്കണം ഈ ഒരു സമയത്ത് ഊണഴിക്കാനാവുന്നതിൻ്റെ മുമ്പ്. അതിപ്പോൾ എന്തെങ്കിലും പത്രം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും മാസികകൾ. അത് പിന്നെ അമ്മേൻ്റെ ഒരു ശീലം അതാണ്. അതിപ്പോൾ പുതിയതൊന്നുമില്ല, പഴയതോ ഒക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ കൊട്ടിയൂരിൽ വൈശാഖ മാസം ആവാനായി. ഞാൻ കൊല്ലം തോറും പോയിരുന്ന ആളാണ്. 10-12 കൊല്ലം പോയി. അപ്പയ്ക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പോക്ക് നിർത്തി. 12 കൊല്ലം പോയി. ഇനിയിപ്പോൾ നമ്മൾ ഊണ് കഴിക്കായി. കണ്ടില്ലേ, ഇനിതാ നമ്മളെ കപ്പ പപ്പടം കാച്ചിയത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമുക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ മീനോ ഇറച്ചിയോ അങ്ങനെയുള്ള കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു അരച്ച് തിളപ്പിച്ച കറി. ഞങ്ങളിപ്പോൾ ഇത് ഇവിടെയൊക്കെ അരച്ച് തിളപ്പിച്ചതെന്നാണ് പറയൽ. ഇപ്പോൾ പല ചിലർ പുളിങ്കറി എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.